ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. വിക്ടോറിയ കാജർ തീൽവിങ്ങിന് 2024 വിശ്വസുന്ദരി പട്ടം. 2024 വിശ്വസുന്ദരി പട്ടം നേടിയത് വിക്ടോറിയ കാജറാണ്. വിക്ടോറിയ കാജർ. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ടി പത്മനാഭന്. ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. ടി പത്മനാഭൻ. 4ാമത് നെഹ്റു സെക്കുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രന്. 4ാമത്തെ നെഹ്റു സെക്കുലർ പുരസ്കാരം നേടിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. IV ദാസ് പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. IV ദാസ് പുരസ്കാരം നേടിയത് M ലീലാവതിയാണ്. M ലീലാവതി. പ്രൊഫസർ M ലീലാവതി. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിന്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകന് നൽകുന്ന പുരസ്കാരമാണ് PN പണിക്കർ പുരസ്കാരം. ഈ പുരസ്കാരം നേടിയത് പൊൻകുന്നം സെയ്ദാണ്. പൊൻകുന്നം സെയ്ദ്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം മലയാളിയായ പ്രൊഫസർ മഹമ്മൂദ് കൂരിക്ക്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം നേടിയതാണ് പ്രൊഫസർ മഹ്മൂദ് കൂരിക്കാണ്. പ്രൊഫസർ മഹ്മൂദ് കൂരിയാണ് 2024 ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് പുരസ്കാരം നേടിയത്. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ ഒരു മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സർവോദയ സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിതി S നായർ. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ ഒരു മിനിറ്റിനുള്ളിൽ, അതായത് 62 മൂലകങ്ങളെയാണ് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചറിഞ്ഞത്. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് സ്വന്തമാക്കിയത് സർവോദയ സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിതി S നായരാണ്. ദിതി S നായർ. സംവിധായകൻ ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം. ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമയിൽ 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ലഭിച്ചു. 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം. പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗസോയ്ക്ക്. പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം നേടിയതാരാണ്? ജ്ഞാനപീഠ ജേതാവ് കൂടിയായ ദാമോദർ മൗസോയാണ്. ദാമോദർ മൗസോ. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നടി നിലമ്പൂർ ആയിഷയ്ക്ക്. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നേടിയത് നടി നിലമ്പൂർ ആയിഷയാണ്. നിലമ്പൂർ ആയിഷ. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈജീരിയ, ബ്രസീൽ, ഗയാന തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദി നൈജർ. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദി നൈജർ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവും അതുപോലെ തന്നെ ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ അലിയും ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവേനി ബൾട്ടനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. എന്തൊക്കെ പുരസ്കാരങ്ങളാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതി അതാരാണ് നൽകിയത്? നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. എന്താണ് നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയുടെ പേര്? ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദി നൈജർ എന്നാണ്. അടുത്തത് ഗയാനയുടെ പരമോന്നത ബഹുമതി ഏതാണ്? ദി ഓർഡർ ഓഫ് എക്സലൻസ്. അത് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചാരാണ്? ഗയാനയുടെ പ്രസിഡന്റ് ഇർഫാൻ അലിയാണ്. ഇർഫാൻ അലി. അതുപോലെ ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയാണ് ഡൊമിനിക്ക അവാർഡ്.
ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ അത് പ്രസിഡന്റ് സിൽവേനി ബൾട്ടനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആരാണ്? സഞ്ജയ് മൂർത്തി. കെ സഞ്ജയ് മൂർത്തിയാണ്. ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ JCB സാഹിത്യ സമ്മാനം അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം. അതായത് ഇത്തവണത്തെ JCB സാഹിത്യ സമ്മാനം നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജി അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ് സമ്മാനം ലഭിച്ചത്? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് ഉപമന്യു ചാറ്റർജിക്ക് JCB സാഹിത്യ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് FCക്ക്, അതായത് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? കാലിക്കറ്റ് FC ആണ്. ഫൈനലിൽ ഫോയ്സ കൊച്ചിയെ തോൽപ്പിച്ചു. ആരെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്? ഫോയ്സ കൊച്ചിയെയാണ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് FC ആണ്. തോൽപ്പിച്ചത് ഫോയ്സ കൊച്ചിയെയാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ ചാമ്പ്യന്മാർ മലപ്പുറമാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS ചാമ്പ്യൻ സ്കൂളായി. ചാമ്പ്യൻ സ്കൂൾ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം PR ശ്രീജേഷിന്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗത്തങ്കറും കശ്യപ് ബാക്ലെയും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ 606 റൺസ് നേടി റെക്കോർഡിട്ടു. അതാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗത്തങ്കറും കശ്യപ് ബാക്ലെയും ചേർന്നിട്ട് മൂന്നാം വിക്കറ്റിൽ 606 റൺസ് നേടി റെക്കോർഡിട്ടു. ജോഹാനസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ 283 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് 2ാം വിക്കറ്റിൽ നേടിയ 219 റൺസ് ലോക റെക്കോർഡാണ്. 2 കലണ്ടർ വർഷം T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി സഞ്ജു. ഇതൊക്കെയാണ് ജോഹന്നാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ 283 റൺസ് എന്നുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് 2ാം വിക്കറ്റിൽ നേടിയ 219 റൺസ് എന്ന് പറയുന്നത് ഒരു ലോക റെക്കോർഡാണ്. അതായത് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് നേടിയ 2ാം വിക്കറ്റിൽ നേടിയ 219 റൺസ്. ഒരു കലണ്ടർ വർഷം T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി മാറിയതാരാണ്? സഞ്ജുവാണ്. ഒരു കലണ്ടർ വർഷം T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റ്സ്മാനാണ് ആര്? സഞ്ജു എന്ന് പറയുന്നത്. T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ. T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ. ഒരു കലണ്ടർ വർഷം T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി മാറിയത് സഞ്ജു ആണെങ്കിൽ T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ മാറി. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ്. ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 4ാമത്തെയും അവസാനത്തെയുമായ സൂപ്പർ മൂൺ നവംബർ 16 ആകാശത്ത് കാണാനായി. ബീവർ മൂൺ എന്നാണ് കാണാനായത്? നവംബർ 16 നവംബർ 16 2024 4ാമത്തെയും അവസാനത്തെയുമായ സൂപ്പർ മൂൺ നവംബർ 16 ആകാശത്ത് കാണാനായി. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്
തെളിമ. തെളിമ പദ്ധതി എന്താണ്? റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്നത്. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ സീപ്ലെയിൻ ആണ്. തെളിമ പദ്ധതി എന്താണെന്ന് പറഞ്ഞു? റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി എവിടെയാണ് തുടങ്ങിയത്? കൊല്ലത്താണ്. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം രാഹുൽ മാങ്കൂട്ടവും UR പ്രദീപും വിജയിച്ചു. അതായത് 3 സ്ഥലത്തേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭയിലേക്ക് നടന്നത് വയനാട്ടിലാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിയാണ് വിജയിച്ചത്. നിയമസഭയിലേക്ക് നടന്നത് പാലക്കാടും ചേലക്കരയിലുമാണ്. പാലക്കാട് വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ചേലക്കരയിൽ വിജയിച്ചത് UR പ്രദീപുമാണ്. ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രിയായി ആരാണ് അധികാരമേറ്റത്? ഹേമന്ത് സോറനാണ്. ഹേമന്ത് സോറൻ. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം M. മുകുന്ദന്. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം നേടിയതാരാണ്? M. മുകുന്ദനാണ്. M. മുകുന്ദൻ. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. സോബി ഡ്രോണുകൾ. എന്താണ് സോബി ഡ്രോണുകൾ എന്ന് ചോദിച്ചാൽ പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണാണ്. ആരുടെ നിർമ്മിച്ചാണ്? അമേരിക്ക നിർമ്മിച്ച ഡ്രോണാണ് എന്ത്? സോബി ഡ്രോണുകൾ. സോബി ഡ്രോണുകൾ. ലോകമത പാർലമെൻറ്റ് നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലായി വത്തിക്കാനിൽ നടന്നു. ലോകമത പാർലമെൻറ്റ് എവിടെയാണ് നടന്നത്? വത്തിക്കാനിലാണ്. തീയതികൾ ചോദിച്ചാൽ നവംബർ 29, 30, ഡിസംബർ 1 ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് ലോകമത പാർലമെൻറ്റ് വത്തിക്കാനിൽ നടന്നത്. ഇനി നമുക്ക് അടുത്തിടെ അന്തരിച്ച പ്രശസ്തരായ വ്യക്തികളെ നോക്കാം. സത്യജിത്ത് റായിയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. ആരാണ്? സത്യജിത്ത് റായിയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലി. പതേർ പാഞ്ചാലിയെക്കുറിച്ച് കേൾക്കാത്തവരും സിനിമ കാണാത്തവരും വളരെ കുറവായിരിക്കും. അതിലെ ദുർഗയെ അനശ്വരാക്കിയ നടി ഉമാദാസ് അന്തരിച്ചു. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളി മേഘനാഥൻ. മലയാള സിനിമയിലെ വില്ലനായും സ്വഭാവ നടനായും ഒക്കെ തിളങ്ങിയ വ്യക്തിയാണ് മേഘനാഥൻ. പിന്നെ സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി NN പിള്ള. അതുപോലെ വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു. വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ വ്യക്തിയാണ് ആര്? കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി. അദ്ദേഹവും അന്തരിച്ചു. പ്രശസ്ത കൂത്ത് കലാകാരൻ കവിയൂർ PN നാരായണ ചാക്യാർ PNN ചാക്യാർ അന്തരിച്ചു. അതായത് PSC അധികം ചോദിക്കുന്നതാണ് അടുത്തിടെ അന്തരിച്ച വ്യക്തികൾ ഏത് മേഖലയിൽ പ്രശസ്തരായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം എന്തായാലും ഓർത്ത് വെക്കുക. പ്രശസ്ത കൂത്ത് കലാകാരനായിരുന്നു ആര്? കവിയൂർ PN നാരായണ ചാക്യാർ. PN നാരായണ ചാക്യാർ. വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രെയ്റ്റൻബാക്ക് അന്തരിച്ചു. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനാണ് ആര്? ബ്രെയ്റ്റൻബാക്ക്. ഓക്കെ, ഇത്രയും ആളുകൾ അടുത്തിടെ അന്തരിച്ചതാണ്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സത്യജിത്ത് റായിയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത. അതുപോലെ തന്നെ നടൻ മേഘനാഥൻ. പിന്നെ സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി NN പിള്ള. സാഹിത്യകാരനും നാടകകൃത്തുമാണ് ആര്? ഓംചേരി NN പിള്ള. വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ വ്യക്തിയാണ് കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി. പിന്നെ പ്രശസ്തമായ കൂത്ത് കലാകാരനായിരുന്നു ആര്? കവിയൂർ PN നാരായണ ചാക്യാർ. പിന്നെ പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രെയ്റ്റൻബാക്ക്. ഇത്രയും ആളുകളാണ് അടുത്തിടെ അന്തരിച്ചത്. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു. ടീം സ്റ്റഡി ടൈം PSC.